ഹായ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം തമ്പാനൂർ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലുള്ള റെഡ് ആർക്ക് എന്ന സ്റ്റുഡിയോയിലാണ്. ഇവിടെ പല തരം സിനിമകളുടെ ഒക്കെ വർക്കുകൾ നടക്കുകയാണ്. നമുക്ക് ഇവിടേക്കൊന്ന് പോകാം. പലതരം വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട പേര് കാർത്തിക്. എന്തൊക്കെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ കംപ്ലീറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ സെറ്റപ്പാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഒരു ഷോർട്ട് ഫിലിം മൂവി എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഡിജിറ്റൽ വർക്ക് നമുക്ക് കൊണ്ടുവന്നാൽ ഇവിടെ എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ്, ഡബിങ്, സൗണ്ട് എഫക്ട്സ്, ദെൻ നമുക്ക് എഫക്ട്സ്, മിക്സിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ പാക്കേജ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഈവൻ പ്രൊഡക്ഷൻ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ക്യാമറ യൂണിറ്റ്, ലൈറ്റ് യൂണിറ്റ് അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റഡ് ഫിലിം മേക്കേഴ്സിന് വേണ്ടി ഞങ്ങൾ ഒരു 5 ലക്ഷത്തിൻ്റെയും 8 ലക്ഷത്തിൻ്റെ പാക്കേജ് ഓഫർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളാണ് റെഡ് ആർക്ക് സ്റ്റുഡിയോസ് ആണ്. അതെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യാത്രയ്ക്കും എളുപ്പമാണല്ലോ. പ്രോപ്പർ സിറ്റിയുടെ സെന്ററിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. തമ്പാനൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ. SS കോൾ റോഡ് കയറി ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, ഏഷ്യാനെറ്റിന്റെ ഒക്കെ അടുത്ത് സെക്രട്ടറിന്റെ തൊട്ട് പുറകിലായിട്ടാണ് സ്റ്റുഡിയോ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏതായാലും ഇപ്പം വർക്ക് റെക്കോർഡിംഗ് ഇവിടെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറച്ച് സമയത്തേക്ക് ബ്രേക്ക് ചെയ്തതാണ്. അപ്പം ശുഭ അല്ലേ? ശുഭ കുറേ വർഷമായിട്ട് ഡബ് ചെയ്യാണ്. എന്നാലും ഈ റെഡ് ആർക്കിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ കാണുന്നു? ഇവിടെ എനിക്ക് തോന്നുന്നു സൗണ്ട് ക്ലാരിറ്റി വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. വളരെ നല്ല രീതിയിൽ നമുക്കിവിടെ നല്ലൊരു ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ തിങ്സ് പോലെ വളരെ ക്ലാരിറ്റി, നല്ല രീതിയിലുള്ള ക്ലാരിറ്റി. പിന്നെ നമ്മൾ പല സ്റ്റുഡിയോയിലും കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഡസ്റ്റിന്റെ ഒക്കെ പ്രോബ്ലം വരും, AC കൂളിംഗ് ആയിരിക്കില്ല. ഇവിടെ അതൊക്കെ പെർഫെക്റ്റ്, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നല്ല കംഫർട്ട് സോണാണ്. ഓക്കെ, താങ്ക് യു. ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഴയ ട്രഡീഷണൽ വേ അല്ല. സോ ഒരു ഷൂട്ട് ലക്ഷറി എന്നുള്ള ഫീൽ അല്ലാതെ നമുക്ക് ഔട്ട് എന്താണോ ഔട്ടിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പൊതുവെ നമ്മുടെ ഈ അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്ന അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡബിന്റെ പാച്ച്, അതായത് ഒരു സിനിമ മൊത്തത്തിലല്ലെങ്കിലും ആർട്ടിസ്റ്റുകളുടെ പാച്ച് പോർഷൻസ് ആയിട്ട് നമ്മൾ എടുത്ത് അയക്കുന്നുണ്ട്. അതെ, നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ഈ എന്താ പറയുക, ഒരു കല എന്നുള്ളൊരു താല്പര്യത്തോടെ ഒരു സിനിമ പുറത്തേക്ക് ഇറക്കണം എന്ന ആഗ്രഹത്തോടെ നിൽക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ്. അവർക്ക് ഒരു ബഡ്ജറ്റ് പ്രശ്നമായിരിക്കും. സിനിമ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ടെക്നിക്കൽ കോസ്റ്റ് തന്നെ അറൗണ്ട് ഒരു 20 to 30 lakhs ഒരു ബെയർ മിനിമം നമുക്കാവും. അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്ത് നമ്മളൊരു എന്താ പറയുക, ഒരു ടെക്നിക്കൽ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനിൽ അവർക്കൊരു മികച്ച ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യില്ല. നമ്മളൊരു ലക്ഷറി ഫീൽ എന്നതിലുപരി നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട്, അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ FX6 സീരീസ് ലൈനപ്പ് ഉണ്ട്. ഇപ്പോൾ കനോണ്ടായാലും EOS R5C ഉണ്ട്. ഇപ്പോൾ നിക്കോണിന്റെ ലേറ്റസ്റ്റ് റെഡ് ടേക്ക് ഓവർ ചെയ്തതിനു ശേഷം എടുത്ത ക്യാമറ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ZR ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടെക്നിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എല്ലാം ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ടോപ്പ് നോച്ച് ടെക്നോളജിയാണ് നമ്മൾ, അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണ്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിലായാലും ശരി, പ്രൊഡക്ഷൻ സൈഡിലായാലും ശരി, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മോസ്റ്റ് അഫോർഡബിൾ റേറ്റിൽ. സോ അവർക്ക് ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് നമ്മൾ സൈഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റൽ സപ്പോർട്ട് പ്ലസ് ഒരു പിന്നെ കാർട്ടൂൺ പോലുള്ള സാധനങ്ങൾ അത് ചെയ്ത് കാർട്ടൂൺ അല്ല, നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, CGI, VFX എല്ലാം നമ്മളിവിടെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചയക്കാറില്ല. അല്ല, വേറൊരു പ്രശ്നം, ഇപ്പം പലതും നമ്മൾ സിനിമ തന്നെയാണെങ്കിൽ അതിന്റെ ഒരു പകുതിയിൽ കൂടുതൽ ഇപ്പോൾ എഡിറ്റബിളിലാണ് പരിഹരിക്കപ്പെട്ടത്. പഴയ പോലെ അല്ല, അതുപോലെ ടെക്നോളജി മാറി. അപ്പം കുറച്ച് അത്ര പെർഫെക്റ്റ് അല്ലാത്ത വർക്കാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ഒബിയസ്ലി നമ്മളെ കൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ടൈം മുതൽ നമ്മൾ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില സിനിമകൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി അപ്രോച്ച് ചെയ്യാറുണ്ട്. മെജോറിറ്റി കുറെ വർക്കുകൾ അങ്ങനെ വരാറുണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ടെക്നോളജി ഒരുപാട് വളർന്നു. ഈ ഇംപ്ലിമെന്റേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. സോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കൽ സപ്പോർട്ട് നമ്മൾ മാക്സിമം അതിനൊക്കെ കൊടുക്കാറുണ്ട് അത്തരം വർക്കുകൾക്ക് വേണ്ടി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഒരു സർവീസ് എന്നതിലുപരി നമ്മളൊരു സപ്പോർട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ വന്ന ഒരു ക്ലയന്റും നമുക്ക് ഇന്നുവരെ ലോസ് ആയിട്ടില്ല. ഒരു തുടർന്നുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യും. അതൊരു എക്സ്പീരിയൻസ് ആണ്, പ്ലസ് അവരൊരു കംഫർട്ടാണ്. നമ്മൾ ആ ഒരു വൈബ് പിടിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്.